കാസർഗോഡ് പാണലത്ത് ഭർത്തൃവീട്ടുകാരുടെ മുന്നിൽ യുവതി ആസിഡ് കഴിച്ച് ജീവനൊടുക്കി. ചർക്കലടുക്ക സ്വദേശി ഫാത്തിമത്ത് സുഹൈദ ആണ് മരിച്ചത്. ഭർത്തൃവീട്ടുകാരുടെ പീഡനത്തെ തുടർന്നാണ് ജീവനൊടുക്കിയതെന്ന് ആരോപിച്ച് യുവതിയുടെ കുടുംബം രംഗത്തു വന്നു. സുഹൈദയുടെ സ്വർണം ആവശ്യപ്പെട്ട് നിരന്തരം പീഡിപ്പിച്ചതായി കുടുംബം ആരോപിക്കുന്നു. ഭർത്താവ് ആദിൽ പോലീസ് കസ്റ്റഡിയിലാണ്. നാളെയാണ് ഇവരുടെ ആദ്യ വിവാഹ വാർഷികം. ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാൻ ആദ്യം പറയാനുള്ളത് ഈ കുട്ടീൻ്റെ മരണത്തിനെ കുറിച്ചിട്ടാണ്. ഈ കുട്ടി മരിക്കണീൻ്റെ മുന്നേ ഈ കുട്ടീൻ്റെ പേരൻസിനോടാണ് പറയാനുള്ളത്. ഈ കുട്ടി ഒരു വർഷമായിട്ട് ഈ കുട്ടി അനുഭവിക്കണ കാര്യങ്ങൾ ഈ പേരൻസിന് അറിയാം. അപ്പം അന്നൊന്നും ഈ കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ ആ പേരൻസിന് ചെയ്തു കൊടുത്തുകൂടായിരുന്നു. ഇന്ന് ആ കുട്ടി ആത്മഹത്യ ചെയ്യൂലായിരുന്നല്ലോ. അപ്പോൾ ആ പേരൻസും കൂടി അറിഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഒരു നിവൃത്തി ഇല്ലാത്തതോട്ടെ ഇക്കാര്യം ആ കുട്ടി ആത്മഹത്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം സ്വീകരിച്ചിട്ടുണ്ടാകുക. കാരണം സ്വന്തം മാതാപിതാക്കളുടെ അടുത്തു നിന്നൊരു സപ്പോർട്ടില്ല. കെട്ടിയോൻ്റെയും കെട്ടിയോൻ്റെ കുടുംബക്കാരി അവസ്ഥ ഇത്. അപ്പോൾ ഒറ്റപ്പെടൽ ഫീൽ ചെയ്തപ്പോൾ ആ കുട്ടിക്ക് തിരഞ്ഞെടുത്തൊരു വഴിക്കാരം ആത്മഹത്യ. ഇങ്ങനെയുള്ള മാതാപിതാക്കളോട് എന്താണെന്നറിയാം എനിക്ക് പറയാനുള്ളത്. ഈ മക്കളെ 18 വയസ്സാകുമ്പോഴത്തേന് പിടിച്ച് കെട്ടിക്കാതെ ആ മക്കളെ എന്തെങ്കിലും സ്വന്തം കാലിൽ നിന്നിട്ട് ജോലി ചെയ്യാനുള്ളൊരു മാർഗ്ഗമാക്കിങ്ങാണ്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക. അപ്പം നാളെ പിറ്റേന്ന് ഓരോ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാലും ആ കുട്ടികൾക്ക് മരിക്കേണ്ട ഒരു കാര്യം വരില്ല. ഇനിയിപ്പോൾ നാളെ പിറ്റേന്ന് അവനാൻ്റെ സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കേണ്ട ഒരവസ്ഥ വരികയാണെങ്കിലും മാതാപിതാക്കൾക്ക് ചില മാതാപിതാക്കളുണ്ട് മക്കൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ വിളിച്ചുകൊണ്ടുവരില്ല. എന്ത് ദുരിതം അനുഭവിച്ചിട്ടാണെങ്കിലും അവിടെ പിടിച്ചു നിന്നോളണം എന്നൊരു നിലപാടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ആ ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ ആ മക്കളെ കെട്ടിക്കണീൻ്റെ മുമ്പേ ആ മക്കൾക്കൊരു ജോലി ആക്കി കൊടുക്കുക. എന്നിട്ട് ആ മക്കളെ കെട്ടിക്കുക. എന്നാൽ നാളെ ഓല ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ ഓർക്ക് ഒരു പക്ഷെ പിടിച്ച് നിൽക്കാൻ പറ്റും. ഇപ്പോൾ ഇപ്പോൾ ആ കുട്ടിയുടെ വീട്ടിൽ വന്ന് നിൽക്കാൻ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് കൊടുന്ന് നിർത്താൻ ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണെന്ന് വെച്ചെങ്കിലും പുറത്തെവിടെയെങ്കിലും പോയിട്ട് അവനാനിക്ക് പഠിച്ചിട്ടൊരു ജോലി ഉണ്ടെങ്കിൽ പുറത്തെവിടെയെങ്കിലും പോയിട്ട് ആരും കണ്ണിൻ്റെ മുമ്പിൽ നിൽക്കാതെ പുറത്തെവിടെയെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാം. പിന്നെ ഇങ്ങനെ മരിക്കാൻ പോകുന്ന കുട്ടികളോടൊക്കെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും ഉണ്ട് കുറേ ആൾക്കാർ ഇങ്ങനെ ഭർത്തൃവീട്ടുകാർ പീഡനം സഹിച്ച് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അത് നമ്മളെ ചുറ്റുവട്ടത്താണെങ്കിലും അറിയണ ആൾക്കാരാണെങ്കിലും കുറേ ആൾക്കാർ മക്കളെ കാര്യം വിചാരിച്ച് നിൽക്കണ എല്ലാതും ഈ ഹസ്ബൻഡിൻ്റെ ഉമ്മാൻ്റെയും ഒക്കെ പീഡനം സഹിച്ച് ഒന്നും പുറത്ത് പറയാതെ ഒക്കെ സഹിച്ച് നിൽക്കണ കുറേ കുട്ടികളുണ്ട്. ഓരോടൊക്കെ ഒരു കാര്യമാണ് പറയാനുള്ളത്. ഒരിക്കലും മരണം എന്നുള്ളൊരു മാർഗം തിരഞ്ഞെടുക്കാതിരിക്കുക. കാരണം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കാണ് പോകുക. ഇനിയിപ്പോൾ കുട്ടികളുണ്ടെങ്കിൽ നാളെ നമ്മളെ മരണത്തിലൂടെ ആ കുട്ടികളെ ഇക്കാരം പിന്നുള്ള ജീവിതത്തിൽ ആ കുട്ടികളെ ഇക്കാരം ഇടങ്ങാറാകുക. കാരണം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഹസ്ബൻഡിന് അത് കുറച്ച് കാലം കഴിഞ്ഞാൽ പിന്നെ കേസും കൊണ്ടാമണ്ടിയൊക്കെ ആയിട്ട് അത് മറക്കും. പിന്നെ അത് കഴിഞ്ഞ് വേറൊരു വിവാഹം കഴിക്കും. ഒരു വിവാഹം കഴിച്ചാൽ അതിൽ കുട്ടികളുണ്ടാവും. അപ്പോൾ ഇവിടെ അനുഭവിക്കണത് ആരാന്നറിയോ? നമ്മളെ മക്കളാണ്, ഒന്നും അറിയാത്ത മക്കൾ. അപ്പോൾ ഒന്നല്ലെങ്കിൽ കല്യാണം കഴിക്കണതിൻ്റെ മുമ്പേ പഠിച്ച് സ്വന്തമായിട്ട് ഒരു ജോലിയായിട്ട് സ്വന്തം കാലിൽ നിൽക്കാനുള്ളൊരു പ്രാപ്തിയാക്കാൻ നോക്കുക. എന്നിട്ട് വിവാഹ ജീവിതത്തിനെ കുറിച്ചിട്ട് ആലോചിക്കുക. എനിക്ക് 2 പെൺകുട്ടികളാണ്. എൻ്റെ നിലപാടും അതാണ്. ഓൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വിവാഹം കഴിച്ചു കൊടുക്കും. എന്തായാലും 18 വയസ്സാവണീൻ്റെ മുമ്പ് കല്യാണം കഴിക്കൂല. 18 വയസ്സ് കഴിഞ്ഞാൽ ഓൾക്ക് പഠിക്കാൻ താല്പര്യം എന്തിനാണോ അത് നമ്മളെ കഴിവിനനുസരിച്ച് പഠിപ്പിക്കും. എന്നിട്ട് പിന്നെ കല്യാണം എന്നുള്ളൊരു കാര്യത്തൊക്കെ എത്തുമ്പോൾ ഓൾക്ക് താല്പര്യം എങ്ങനെയാണോ അതിനനുസരിച്ച് കല്യാണം കഴിച്ചു കൊടുക്കും. ഓൾക്ക് നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണോ കൊണ്ടുവരും. ഒരു മാനക്കേടും ഞാൻ വിചാരിക്കൂല. ഒക്കെ വലുതിൻ്റെ മക്കളെ ജീവനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ്.